ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കിടിലെ ഒരു ഐറ്റം ആയിട്ടാണ്. ഭയങ്കര ചൂടൊക്കെ അല്ലേ, ചൂടിന് ഇവിടെയൊക്കെ പെരയ്ക്കകത്ത് പോലും റൂമിൻ്റെ അകത്ത് പോലും ഇരിക്കാൻ പോലും വയ്യാത്ത കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഒരു പുതിയൊരു ഐറ്റമായിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ലൈം ജ്യൂസ് ഉണ്ടാക്കാം. അതിന് സ്പെഷ്യലായിട്ടുള്ള ഒരു നാരങ്ങയാണിത്. ലൈം ജ്യൂസിന് വേണ്ടി ഇതിൻ്റെ അകത്ത് കുരുവില്ല. ഇതുപോലെ നാരങ്ങ ഇത് പിഴിയാനൊക്കത്തില്ല, തൊണ്ടിനൊക്കെ കട്ടിയായിട്ട് ജ്യൂസ് അടിക്കാനേ പോകും. ഇതിനെ നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് പോകാം. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലാസ്റ്റ് ഒരു ബെല്ലൂടെ അടിച്ചേക്കണേ. നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു പീസ് ഇഞ്ചി വേണം, മല്ലിയില 2-3 ഏതള ഇടണം, പിന്നെ പഞ്ചസാര, ഉപ്പ്. ഈ ഒരു നാരങ്ങ 4 ജ്യൂസിലുണ്ട്. ഇവരെ നമുക്ക് ചെത്തിയെടുക്കാം. തൊലിക്കൊക്കെ ഇച്ചിരി കട്ടിയുള്ള കാരണം ഇതാണ് കട്ടിയ, ഇത് പിഴിയാൻ ഒക്കത്തില്ല. തൊലിയുടെ കട്ടി കണ്ടോ, ഭയങ്കര കട്ടി. നാരങ്ങ ചെത്തിയപ്പോഴത്തെ നാരങ്ങയുടെ തന്നെ മണോടെ നാരങ്ങ ചെത്തിയിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് വെള്ളത്തിലോട്ടിട്ടൊന്ന് കഴുകിയെടുക്കും. എന്താ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് മിക്സിക്കകത്തോട്ട് മുറിച്ചങ്ങോട്ട് ഇടാം. ഇതിൻ്റെ അകത്ത് കുരുവേ ഇല്ല കണ്ട. ഇങ്ങനെ 4-5 നമുക്ക് മുറിച്ചിടാം. നമ്മൾ മുറിച്ച് കഴിഞ്ഞു. ഇത് നമ്മുടെ മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു പീസ് ഇഞ്ചിയുണ്ട്, ഇതും കൂടെ ഇതിനകത്തോട്ട്. മല്ലിയില നമുക്ക് ഇതളായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ. പഞ്ചസാരയും നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. മിക്സിയുടെ അടിക്കുന്ന പെരയ്ക്കകത്തേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അടിച്ചോണ്ട് വരാം. ജ്യൂസ് അടിച്ചോണ്ട് വന്നിട്ട് നമുക്ക് അരിച്ചെടുക്കാം. വേറെ പാത്രത്തിലോട്ടെടുത്ത് അരിച്ചെടുക്കാം. ഞാനിവനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നോക്കാം. എൻ്റെ അമ്പമ്പോ, സൂപ്പർ ഐറ്റം. ഈ ചൂടിനൊക്കെ കുടിക്കാൻ ഏറ്റവും നല്ല സാധനമാണ്. ജ്യൂസാണ് ലൈം ജ്യൂസ്. നല്ല ക്ഷീണമൊക്കെ മാറും. ഉപ്പും ഇഞ്ചിയും പഞ്ചസാരയും മല്ലിയില പുതിനയിലയൊക്കെ ഇട്ടിട്ടുണ്ട്. സൂപ്പർ ഐറ്റമാണ്. ക്ഷീണമൊക്കെ മാറും. ഇതേലും എന്നും ഓരോ ഗ്ലാസ് കുടിച്ചാലേ, ഈ വെയിലത്തൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് ഓരോ ഗ്ലാസ് കുടിക്കണം, ക്ഷീണമൊക്കെ മാറും.